ഫ്രണ്ട്സ്, ബ്രിഡ്മാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും സ്കൂളൊക്കെ വിട്ട് വന്നു. ഈ സ്കൂൾ വിട്ട് വരുമ്പോൾ വീഡിയോ എടുക്കണം വിചാരിച്ചാണ്, പക്ഷേ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോഴാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അയ്യോ, ഇത് കുഴിയുണ്ട്. ഇന്ന് ഈ ഒരു ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൂന്ന് സാധനങ്ങളും കൊണ്ടാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബോയാണ്. ഈ ബോ ഞാൻ തലയ്ക്ക് ശരിക്കും വെക്കാൻ വേണ്ടി എടുത്തതാണ്. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഉറുമ്പ് ഇഴുക്കിളി ഉറുമ്പാണ്. നമ്മുടെ എന്താ പറയുക, മറ്റേ പപ്പിയുടെ ഒരു ബോയ് ഉണ്ടായിരുന്നല്ലോ, ആ ബോയ്ക്ക് വെച്ചിരുന്നത് ചീത്തയായിപ്പോയി. അപ്പോൾ ഞാൻ അതിനെ സാധനമാക്കി ഊരിയെടുത്ത് ഇങ്ങനെ ആക്കിയെടുത്തു കേട്ടോ. പിന്നെ മുടിയൊക്കെ കാണാൻ ഇപ്പോൾ മണ്ടയുടെ അലങ്കോലൊക്കെ എടുത്ത് ഒരു നനഞ്ഞ് ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഓക്കെ, മൂന്ന് സാധനമാണ്, സോറി രണ്ട് സാധനമാണ് ഇതുകൂടെ കൂട്ടിയാണ് പറഞ്ഞത്. നമ്മൾ ഇന്നൊരു സാധനം ചെയ്ത് വെക്കാൻ പോകുന്നുണ്ട്. ചെയ്യണേന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയയില്ല. നമ്മൾ ഇതെനിക്ക് എൻ്റെ ബേബി സ്ക്രാച്ച് ബുക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് പിക്ചറൊക്കെ ചെയ്തപ്പോൾ 2 ഇതുണ്ടായിരുന്നു. അതിലൊരെണ്ണമാണിത്. ഗൈസ്, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നിട്ടിൻ്റെ മറ്റേതും കൂടി ഒന്ന് എടുത്തിട്ട് വരാമേ. അപ്പോൾ ഫ്രണ്ട്, നമ്മൾ എൻ്റെ കോലൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സാധനം കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കവായി സ്റ്റിക്കറിൻ്റെ ഫയലൊക്കെ ചെയ്ത് എല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ നമ്മളത് യൂട്യൂബിൽ ചാനലത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി അടിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ എന്തായാലും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്തിറക്കണേ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ 2 കോലാണ്. എന്താ സെയിം പോലത്തെ 2 കോലാണ്. പിന്നെ ഈ ഒരു സാധനം, ഇത് ഞാൻ കായ് സ്റ്റിക്കർ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മാമ്മ എനിക്ക് തന്നതാണ്. പിന്നെ ഇതെൻ്റെ ഒരു ചീപ്പാണ് കേട്ടോ, പഴയൊരു ചീപ്പാണ്. ഇത് പഴയൊരു ചീപ്പാണ്. ഇത് യൂസ് ചെയ്യാവണ വിചാരിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ചെയ്താലോ എന്നും വിചാരിച്ച് ഞാൻ എല്ലാത്തിനും പൊക്കോണ്ട് വന്നതാണ്. കോലെടുക്കാൻ പോയപ്പോൾ കണ്ട ഒരു സാധനമാണ് ഈ ഒരു സാധനം. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു നമുക്കിനി എന്തായാലും എന്താ ചെയ്യണതെന്ന് ഉണ്ടാക്കി. എല്ലാത്തിലും മണ്ണൊക്കെ ആയേ, ഇതിങ്ങനെ കാല് വെച്ചാക്കി കൊടുക്കണം. നമ്മുടെ മണ്ണ് നിരപ്പല്ല, അതെനിക്ക് നല്ലതായിട്ട് അറിയാം. ഞാനിങ്ങനെ നിരപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും ഭാഗം നമുക്ക് മതി നിരപ്പാക്കിയത്. ഇനി നിരപ്പാക്കിയ ഭാഗം ഒന്നുകൂടെ ഒന്ന് നിരപ്പാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഉരച്ചപ്പോൾ പെട്ടെന്ന് നമുക്ക് നിരപ്പായി അങ്ങ് കിട്ടിയേ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ഒരു സാധനത്തിന് ഇതിലോട്ടിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഇത് ഇറങ്ങുമോ എന്ന് എനിക്കറിയത്തില്ല, കുറച്ച് പാട് വരുമായിരിക്കും. എനിക്കിങ്ങനെ ഇറക്കണം. അതിന് വേണ്ടി ഫസ്റ്റ് ഇവിടെ നല്ല ഡോട്ടിൽ ഈ കുഴിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ അമ്മ വിളിക്കുന്നു, ഞാൻ ഒന്ന് പോയിട്ടെത്തേ. അപ്പോൾ പൈസ ഇതന്നെ ചതിച്ചു കൂട്ടാം. അമ്മ എന്നെ ഇച്ചിരി മിൽക്ക് മെയ്ഡ് വരെ വിളിച്ചായിരുന്നു. നമ്മൾ പായസം വെക്കുന്നുണ്ട് ഇന്ന്. ഈ സീപ്പും വിചാരിക്കും എന്താ ഈ പെണ്ണെന്നെ കാണിക്കുന്നു. കണ്ടോ, നമ്മളിവിടെ ഇതിനെ വെച്ചു. ഇന്ന് നമുക്കിത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് നിരപ്പാക്കി കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ മുക്കാം. ഇതിൽ മുക്കാൻ പറ്റുന്നില്ല, നമ്മൾ വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ സോപ്പ് തേച്ച് കൊടുക്കുന്ന പോലെ ഇങ്ങനെ തേച്ച് കൊടുത്ത് എന്നിട്ട് ഞാൻ ഈ ഒരു ഇത് വെച്ച് എന്തെങ്കിലും ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. എന്ത് വേണമെങ്കിലും വരയ്ക്കാം. നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ സ്വന്തം മോമാണല്ലോ. ഫസ്റ്റ് നമ്മൾ എന്തെഴുതിയാലും നമ്മുടെ മോമല്ലേ എഴുതുള്ളൂ. നമ്മുടെ അമ്മേന്ന് എഴുതി ഇവിടെ തികയെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മോമെന്ന് എഴുതുന്നത്. മോമെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ നമുക്കൊരു ലവ് വരച്ചു കൊടുക്കാം. ഇതിൽ മോമാണോ എഴുതിയത് എന്തോ എഴുതിയതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ലവ് വരച്ചതും ഒരു വൃത്തിയൊന്നുമില്ലാതെ
ഞാനിത് എടുത്തോണ്ട് വന്ന് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു രസത്തിനാണെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ ഇതിൽ നിന്ന് എടുത്തോണ്ട് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലെടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം എനിക്ക് യാതൊരു ഐഡിയയില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കണം. ഇത് ഞാൻ ശരിക്കും എനിക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. മീൻ ഇങ്ങോട്ടാണ് കുഴിച്ചിടാൻ പോണേ. ഈ സൂര്യ ഇപ്പം എനിക്ക് ഓർമ്മ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നു. ഈ ഒരു സാധനത്തിന് നമുക്ക് ഇങ്ങനെ കുഴിച്ചിടാം. രണ്ട് സാധനത്തെ നമ്മളങ്ങ് കുഴിച്ചിടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഈ ഒരു ഇതിനെ ഇങ്ങനെ അമുക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇതിനെ ഇങ്ങോട്ട് വെച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ നല്ല ഇത് വെച്ചെടുക്കുക. കാക്ക വീഴുന്നതാണ് അതുകൊണ്ടിൽ നമ്മളെല്ലാത്തിനും നല്ല അടിച്ചുറപ്പിക്കുക. എന്നിട്ട് ഇത് നല്ല ചെയ്യുക. നല്ല അടിപൊളി ഒരു ലുക്ക് കിട്ടുവേ. എന്താ ലുക്ക് കൈസനെ അമ്മ വിളിക്കുന്ന പോയിട്ട് വരാം. അപ്പം അമ്മ പൈസ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അമ്മി പൈസ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.